എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷം. ടീച്ചർ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. ടീച്ചർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ വരെ എത്തിയത്. നന്നായിട്ട് എടുക്കും. ഫുൾ സപ്പോർട്ട്. ഞാൻ ഒരു 4 വർഷം വയ്യാണ്ട് കിടന്നിരുന്നു. 4 വർഷം ഞാൻ തളർന്നു പോയി. അത് ഭഗവാന്റെ സഹായം കൊണ്ടാണ് ഞാൻ വീണ്ടും നടന്നു തുടങ്ങിയത്. നടന്നു തുടങ്ങി ഞാൻ വീണ്ടും 2009 ഒരു 2 ടൈം ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സമയമെടുത്ത് ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് അരങ്ങേറ്റം ചെയ്ത അന്നാണ് ഞാൻ ഏറ്റവും വലിയ സംതൃപ്തി നേടിയ ദിവസം. നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്ര നടയിലാണെന്നുള്ളത്. ഇവിടെ കുറെ കുട്ടികൾ ഇന്ന് ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ ഇവരുടെ അനുഭവങ്ങൾ, ഈ ഭഗവാന്റെ മുന്നിൽ ഈ അവതരിപ്പിച്ചതിന്റെ ഒരു അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മോളെ നമസ്കാരം. നമസ്കാരല്ലേ? നമസ്കാരം. പേരെന്തായിരുന്നു? ആരാധ്യ. എത്ര വർഷമായി ഈ ഭരതനാട്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? 4 വർഷമായി. 4 വർഷമായി. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാ? ടീച്ചറും സപ്പോർട്ട് ചെയ്യാണ്ട് എന്റെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭഗവാന്റെ മുന്നിൽ ഈ ഒരു നാട്യം അവതരിപ്പിച്ച സമയത്ത് എന്താണ് തോന്നിയത്? മനസ്സിലെന്താ തോന്നിയത്? എനിക്ക് നല്ല സന്തോഷം തോന്നി. ഈ ടെൻഷൻ ഉണ്ടായോ? ടെൻഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഡാൻസിൽ. നമസ്കാരം. പേരെന്തായിരുന്നു? ആയിരുന്നെന്താ. എവിടെ സ്ഥലം? എവിടെയാണ്? തൃശ്ശൂർ. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ 8ാം ക്ലാസ്സിലോട്ട് തുടങ്ങി. 2016. 4 വർഷമായി. 2016. 8 വർഷം. അപ്പോ ഈ ആദ്യമായിട്ടല്ല അരങ്ങേറ്റല്ലേ ഇത്? എന്റെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ കുച്ചിപ്പുടി. നമസ്കാരം. പേരെന്തായിരുന്നു? അനഘ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ +2 പഠിക്കുന്നു. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ 10 കൊല്ലമായി തുടങ്ങിയിട്ട്. ഞാൻ 2014 തുടങ്ങിയതാ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഇതില്? പാരന്റ്സും ടീച്ചറും. ഇതിന്റെ താല്പര്യം എന്താ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട്? ചെറുപ്പം മുതലുള്ള താല്പര്യം? അതെ, ചെറുപ്പം മുതലുള്ള താല്പര്യമായിരുന്നു ഡാൻസ്. മറ്റെന്തെങ്കിലും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ ഇത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ അവതരിപ്പിച്ച സമയത്ത് എന്താണ് മനസ്സിലെന്താ തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും ഏറ്റവും വലിയ വേദിയാണുള്ളത്. അതിൽ നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുമ്പോ അത്രയും നല്ല സന്തോഷമുണ്ട്. അതെ. ഇപ്പോ ഈ ഭഗവാന്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ തോന്നിയത്? ഒരു വലിയ ആഗ്രഹമാണ് കുറെ നാളത്തെ. അപ്പൊ അത് നമ്മൾ ഭഗവാനെ അർപ്പിക്കുമ്പോ നമുക്ക് ആ ഒരു സന്തോഷവും തുടർന്ന് പോകാനുള്ള താല്പര്യം. തുടർന്ന് പോകാൻ താല്പര്യം. ഇങ്ങനെ പോകും ഉറപ്പായിട്ടും. വർഷങ്ങൾ എനിക്ക് പറ്റുന്നോളം ഞാൻ എന്റെ പറ്റാവുന്ന രീതിയിൽ കൊണ്ടുപോകും. ഇത് ഈ നമ്മുടെ വലിയ കലാക്ഷേത്രങ്ങളിൽ അവിടെ പോയി പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്? പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ. പക്ഷെ എനിക്ക് ടീച്ചറുടെ അടുത്ത് എത്തിയപ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല. നമസ്കാരം. പേരെന്തായിരുന്നു? ദേവനന്ദ. എന്ത്? ഇനി ഡിഗ്രിക്ക്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം? മനസ്സിലിട്ട് ഇവിടെ കുച്ചിപ്പുടി അരങ്ങേറ്റം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. ഭഗവാന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് തോന്നിയത്? എന്താ? നല്ല സന്തോഷമായിരുന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞാണോ? എന്റെ പ്രാർത്ഥിച്ചെന്താ? പരിപാടി നന്നായി നടക്കണം. അക്ഷയ. ഞാൻ +1. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷം. ടീച്ചർ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. ടീച്ചർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ വരെ എത്തിയത്. നന്നായിട്ട് എടുക്കും. ഫുൾ സപ്പോർട്ട്. എന്താ പേരെന്താ? എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 വർഷം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാ? പാരന്റ്സും പിന്നെ ടീച്ചറും. അതെ. ആരാ? പാരന്റ്സും ടീച്ചറും. മോള് പേരെന്തായിരുന്നു? ഭദ്ര. ഞാൻ നേരത്തെ ചോദിച്ചല്ലേ? ഭദ്ര എന്നല്ലേ പേര്? അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? പേടി ഉണ്ടായിരുന്നോ? നന്നായി പേടി ഉണ്ടായിരുന്നോ? പേടി മാറിയോ? പേടി മാറി. പേരെന്തായിരുന്നു? എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 വർഷം. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? ഭഗവാനെ കണ്ട് തൊഴുതിരുന്നോ? രസമായിരുന്നു. പേരെന്തായിരുന്നു? ആരാധ്യ. ഇഷ്ടായോ പരിപാടി? ക്ഷീണമുണ്ടോ പരിപാടി കഴിഞ്ഞിട്ട്? ചെറുതായിട്ട്. പ്രാക്ടീസ് എത്ര നേരം ചെയ്യാറുണ്ട്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ടീച്ചറും. പാർവതി. ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നു. എവിടെയാണ്? സഹൃദയ. സ്ഥലം എവിടെയാണ്? എന്നെ വളർക്കാവ്. നിങ്ങൾ ഏത് കലാക്ഷേത്രത്തിലാ ഇവരെല്ലാവരും? ഗുരുദേവ കലാക്ഷേത്രം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങള് 2 മാസമായി നന്നായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരങ്ങേറ്റത്തിന് വേണ്ടി. ടീച്ചറുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? വളരെ നല്ല സപ്പോർട്ടാണ്. ടീച്ചർ കാരണം തന്നെയാണ് നടക്കാനുള്ള കാരണം തന്നെ. സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെയൊന്നുമില്ല. വീട്ടുകാർ നല്ല സപ്പോർട്ട്? വളരെ നല്ല സപ്പോർട്ട്. പേരെന്തായിരുന്നു? അർജുന. എത്ര വർഷമായി?
ഞാൻ ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ട്. ടീച്ചറുടെ അടുത്ത് ഇപ്പോൾ ഒരു 1.5 വർഷമായി. ടീച്ചറുടെ അടുത്ത് വന്നപ്പോഴാണ് അരങ്ങേറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത്? അങ്ങനെയല്ല, ഞാൻ ചെറുപ്പത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇതെന്റെ മോളാണ്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ അരങ്ങേറാനുള്ള ഭാഗ്യം ഉണ്ടായത് ടീച്ചറുടെ അടുത്താണ്. ഭഗവാന്റെ മുന്നിൽ അത് സാധ്യമായത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഇത് പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഓ, പേരെന്തായിരുന്നു? മയൂക. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ല്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. നല്ല സന്തോഷമുണ്ടായോ? ഓക്കെ. ടീച്ചറെ നമസ്കാരം. ഗംഭീരായി പരിപാടിയൊക്കെ കണ്ടിട്ടോ, നന്നായിരുന്നു. പേരെന്തായിരുന്നു? എന്റെ പേര് വിജി കൃഷ്ണൻ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എന്റെ സ്ഥലം നെടുപുഴ. നെടുപുഴ, തൃശ്ശൂർ ജില്ല എന്നല്ലേ? അതെ അതെ. എത്ര വർഷമായി ടീച്ചർ ഇത്? ഞാനിപ്പോ ഇത് ഒറ്റയ്ക്ക് അരങ്ങേറ്റം നടത്തി തുടങ്ങിയിട്ട് 15 വർഷം. ഞാനൊരു 30 വർഷത്തോളമായി ഡാൻസ് പഠിച്ചത്. എത്ര കുട്ടികൾ ഇതിനോടകം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്? ഒരുപാട് കുട്ടികൾ, അതിൽ കുറച്ച് പേര് ടീച്ചർമാരായി. മനസ്സിന് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. എന്താണ് കരഞ്ഞിരുന്നുണ്ടോ? അതെന്റെ പിള്ളേരെല്ലാവരും നന്നായി കളിച്ചതുകൊണ്ട് സംതൃപ്തിയുണ്ട്. നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ മുകളിലേക്ക് പോയിരുന്നു. എന്റെ പ്രതീക്ഷയെക്കാൾ അപ്പുറത്ത് എന്റെ കുട്ടികൾ നന്നായി ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇവരോട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാനാ പറയാ? ഇനി അടുത്ത സ്റ്റെപ്പ് ഭരതനാട്യക്കാർക്ക് എല്ലാവർക്കും മോഹിനിയാട്ടാണ് തുടങ്ങുന്നത്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഒരു ഐറ്റം, അതാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. ഇവരോട് ഈ പറഞ്ഞ കുട്ടികളെ വെച്ച് തന്നെ ചെയ്യും. കുട്ടികളെ ഇനി അവര് ഭരതനാട്യമാണ് ഇപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞത്. അതിന് അവർക്ക് മോഹിനിയാട്ടം ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ മറ്റേ 3 കുട്ടികൾ കുച്ചിപ്പുടി കംപ്ലീറ്റ് ചെയ്തവര്. ഇനിയിപ്പോ അവർക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഇല്ലാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷനിലേക്ക് പോവാം. ഇവർക്ക് ഇനി മോഹിനിയാട്ടം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട് പഠിക്കാനായിട്ട്. ടീച്ചർ ഇത് ഇതിലേക്ക് വന്നത് ഏത് വർഷത്തിലായിരുന്നു? എത്ര പഠിക്കുന്ന സമയത്ത്? ഞാൻ ഒരു 12 വയസ്സ് മുതൽ ഇതിലേക്ക് ഡാൻസിന് ഗുരു കലാമണ്ഡലം ഉസ്രബാനു ടീച്ചർ, കലാമണ്ഡലം കവിത ടീച്ചർ, കുച്ചിപ്പുടിക്ക് ഗീത പത്മകുമാർ, അനിൽ വെട്ടിക്കാട്രി, പിന്നെ മഞ്ജുവാരുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ ആ ക്ലാസ് ഒന്നിച്ചുണ്ടായിരുന്നു. 2 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. മഞ്ജുവാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? സൂപ്പറാണ്. ഇതില് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള ആരെയാണ് ഇത്രയും കാലത്തിനിടയിൽ, ഈ ഒരു എക്സ്പീരിയൻസിനിടയിൽ, അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കണല്ല കുട്ടികളെയും അതോടൊപ്പം തന്നെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നിയിരിക്കുന്നത്? നമ്മൾക്ക് അത്ഭുതകരമായിട്ട് എന്റെ ഏറ്റവും ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? ഇവരൊക്കെ 6 വയസ്സാണ് എന്റെ. അപ്പൊ ഈ 6 വയസ്സുകാരികളൊക്കെ അരങ്ങത്ത് കയറി നന്നായി കളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം വരുന്നത്. അതിന്റെ തൊട്ടതാണ് എന്റെ ഈ കുട്ടികള്. ഇവരൊക്കെ കളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇതിനോടകം വന്നിട്ടുള്ള ഗുരുക്കന്മാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്? നമ്മളെ മനസ്സിനെ എല്ലാ ഗുരുക്കന്മാരും എനിക്ക് ഒരേപോലെയാണ്. എല്ലാവരും എനിക്ക് നല്ല അറിവ് തരാനും അത് ചെയ്ത് തീർക്കാനും, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുട്ടികളെ അത്രയും നന്നായി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഗുരുക്കന്മാർ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോ ഈ ടീച്ചറെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് കുട്ടികൾ പഠിപ്പിച്ചാണല്ലോ, ഇതിൽ ഏത് വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിന് ഒരു പൂർണ്ണ സംതൃപ്തി ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു 4 വർഷം വയ്യാണ്ട് കിടന്നിരുന്നു. 4 വർഷം ഞാൻ തളർന്നു പോയി. അത് ഭഗവാന്റെ സഹായം കൊണ്ടാണ് ഞാൻ വീണ്ടും നടന്നു തുടങ്ങിയത്. ആ നടന്നു തുടങ്ങി ഞാൻ വീണ്ടും 2009 ഒരു 2 ടൈം ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സമയമെടുത്ത് ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് അരങ്ങേറ്റം ചെയ്ത അന്നാണ് ഞാൻ ഏറ്റവും വലിയ സംതൃപ്തി നേടിയ ദിവസം. തിരിച്ചു വന്നത് 2009 ഒരുപാട് പിള്ളേർ അന്ന് 2 നേരം വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് അവിടെ അരങ്ങേറ്റം നടത്തി ഭഗവാന്റെ മുന്നില്. കലാക്ഷേത്രത്തിന്റെ പേരെന്തായിരുന്നു? എന്റെ കലാക്ഷേത്രത്തിന്റെ പേര് കൃഷ്ണ നൃത്തകലാഞ്ജലി, ഗുരുദേവ നൃത്തകലാക്ഷേത്രം, തേജസ് നൃത്തകലാഞ്ജലി ആൻഡ് ഭദ്ര നൃത്തകലാഞ്ജലി. എത്ര 4 ഡാൻസ് ക്ലാസ് ഉണ്ട്. പേരൊന്നുകൂടി പറഞ്ഞു. എന്റെ പേര് വിജി കൃഷ്ണൻ. ടീച്ചർക്ക് ഇതിന് സപ്പോർട്ടായിട്ട് മറ്റുള്ളവരാണ്? എന്റെ സപ്പോർട്ട് ഇതാണ് എന്റെ വല്യേച്ചി. എന്റെ വല്യേച്ചിയാണ് എന്നെ ഡാൻസിന് കൊണ്ടാക്കിയതും എന്നെ പഠിപ്പിച്ചതും ഇവിടം വരെ എത്തിച്ചത്. നമസ്കാരം, പേരെന്തായിരുന്നു? പ്രേമലത. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഓ, 100 സന്തോഷം. ഗംഭീരായല്ലോ പരിപാടി. കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? നല്ല പിള്ളേരുകള് നല്ല അടിപൊളിയായിട്ട് കളിക്കണു. പിന്നെ എല്ലാ അരങ്ങേറ്റങ്ങളും സൂപ്പറാണ്. ടീച്ചർ, ഇപ്പൊ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഇവിടെ അരങ്ങേറ്റം നടത്താൻ ഒരുപാട് സാമ്പത്തികം വരില്ല. അത് എങ്ങനെയാണ് അതിന്റെ സാമ്പത്തികം വരുന്നത്? അതിപ്പം ഓരോ ടീച്ചർമാര് പല വിധത്തിലുള്ള സാമ്പത്തികമാണ് മേടിക്കുന്നത്. അതിപ്പോ എന്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ സാമ്പത്തികം കുറവാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു ഡിസ്കൗണ്ടില് ഞാനത് ചെയ്തു കൊടുക്കും. കാരണം ഞാനും അതേമാതിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പൊ അതെന്റെ അടുത്ത് കുട്ടികൾ വരുമ്പോ അവർക്ക് എന്താണോ അവർക്ക് വേണ്ട സഹായങ്ങൾ അത് ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് ഞാൻ ഇന്നും ചെയ്തു പോരുന്നത്.
നമ്മൾക്കതിൽ സന്തോഷം മാത്രം. സന്തോഷം മാത്രമേ ഉള്ളൂ. വളരെ വളരെ നന്ദിയുണ്ട്. നിരവധി പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് 4 വർഷം ശരീരം ആകെ തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിരവധി കുട്ടികളെ വീണ്ടും ഇതുപോലെ അരങ്ങേറ്റത്തിന്, ഭഗവാന്റെ മുന്നിൽ അരങ്ങേറ്റത്തിന് എത്തിച്ച ഒരു ടീച്ചറാണ്, വിജി ടീച്ചറാണ് നമ്മോടൊപ്പം ഇന്ന് ചേർന്നത്. നിരവധി കുട്ടികളാണ് ഇന്നും അരങ്ങേറിയത്. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഈ കൊച്ചു കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഭഗവാന്റെ നടയിൽ നിന്നും, ഗുരുവായൂരിൽ നിന്നും വിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.